എന്നോട് അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. പലര് ഈ പെന്തക്കോസുകാർ തമ്മിൽ കാണുമ്പോൾ നീ സ്തോത്രം കൊടുക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടോ സ്തോത്രം? എന്തിനാ സ്തോത്രം പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ തമ്മിൽ കാണുമ്പോഴേ സ്തോത്രം പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? പറഞ്ഞുതരാം. ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. കഴിഞ്ഞ രാത്രി 8:15 നിങ്ങൾ യോഗത്തിന് വന്ന് മടങ്ങി വീട്ടിൽ പോയി. ഈ യോഗത്തിന് വന്ന നേരം കൊണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 35 ലക്ഷം ആളുകളുടെ കാണില്ല. ഒരാൾ നിങ്ങളാകാഞ്ഞത്, ഞാനാകാഞ്ഞത്, നിന്റെ പപ്പയാകാൻ, നിന്റെ മമ്മിയാകാൻ, നിന്റെ ഭാര്യയാകാൻ, നിന്റെ ഭർത്താവാൻ, നിന്റെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണ്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. നമ്മൾ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം കൊടുക്കുകയല്ല. നമ്മൾ പറയുന്നതിന്റെ അർത്ഥം, പ്രിയ സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടുപിരിഞ്ഞ ശേഷം എത്രയോ ആയിരങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണുവാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ കൈയുയർത്തി സ്തോത്രം പറയണം. നിന്റെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ കരമുയർത്തി സ്തോത്രം പറയണം. കൈയൊന്ന് പൊക്കിക്കേ. കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ. കരമൊന്ന് അടിക്കാൻ കഴിഞ്ഞ കൃപയാ. വായം തുറക്കാൻ കഴിഞ്ഞ കൃപയാ. തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. എല്ലാം